ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ചെറുപയർ കറിയുടെ റെസിപ്പി ആയിട്ട് ആണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ചെറുപയർ വേവിച്ച് ഉപ്പിട്ട് വേവിച്ച് ശകലം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഉള്ളി ചെറുതായിട്ട് മുറിച്ചത്, തക്കാളി രണ്ടും കൂടി, കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളിയിട്ട് തക്കാളി, കറിവേപ്പില, വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞളിടാം. അര സ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1.5 സ്പൂൺ. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഗരം മസാല കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി ചേർക്കുക. ഒരു നല്ല ടേസ്റ്റാണ്. തേങ്ങ അരച്ച് വെക്കുന്നതിനേക്കാളും ടേസ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും ഇതാണ് ഇഷ്ടം. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി എല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. ശകലം വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. ചൂടുവെള്ളം ഒഴിക്കണം. തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചാൽ മതി. ഇനി മിക്സ് ചെയ്യാം. നമ്മുടെ കറി ഇവിടെ റെഡിയായി. നമുക്കിനി കടുക് വറുത്തിടാം. ചട്ടി വെച്ചു. ചട്ടി ചൂടായി. വെളിച്ചെണ്ണയിൽ തന്നെ കടുക് വറുത്തിടുക. നല്ല ടേസ്റ്റാണ്. എപ്പോഴും കടുക് വറുക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ വറുത്തിടാൻ ശ്രമിക്കുക. എണ്ണ ചൂടായി. ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി ചതച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇളക്കി കൊടുക്കുക. ഒന്ന് ചുമക്കുന്നവരെ ഇളക്കുക. നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കടുക് വറുത്തിട്ട് വേഗം തന്നെ അടച്ച് വെക്കണം. അല്ലെങ്കിൽ അതിൻ്റെ മണമെല്ലാം പുറത്ത് പോകും.